എൻ്റെ പേര് മായ. ഞാൻ കോട്ടയം ലാക്കാട്ടൂർ ചേപ്പുംപാറ ഇടവക മർത്തമറിയം ചർച്ചിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2019 തൊട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതാണ്. ഞാൻ സൗദിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ വെക്കേഷൻ വന്നപ്പോൾ അടുത്തുള്ളൊരു വീട്ടിലെ ചേച്ചി കൃപാസനത്തിലെ പത്രം കൊണ്ട് തന്നു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഒരു മരിയ ഭക്തയാണ് എങ്കിൽ പോലും ഞാനത് ഇനി പുതിയ ഒരു ഇത് എന്നുള്ള രീതിയിൽ ഞാനത് നോക്കി പോലുമില്ല. തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ സൗദിക്ക് പോയി. സൗദിയിൽ കുർബാന പള്ളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് യൂട്യൂബിലാണ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കൂടുന്നത്. അങ്ങനെ കൂടിക്കൊണ്ടിരുന്ന ഒരു ദിവസം ഷാലോം ചാനലിൽ ജോസഫ് അച്ഛൻ്റെ സാന്ത്വനാഭിഷേകം എന്ന പ്രോഗ്രാം ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാം കണ്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനത് മുടങ്ങാതെ കൂടുമായിരുന്നു. പിന്നെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കാണാൻ തുടങ്ങി. തിങ്കളും ചൊവ്വായുമായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അത് കാണുകയും പ്രാർത്ഥിക്കുകയും എനിക്കെന്തോ ഒരു അട്രാക്ഷൻ പോലെ തോന്നി. അങ്ങനെ ഞാനത് കാണുകയും കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം കോവിഡ് വന്നു. പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. എനിക്ക് വന്ന് ഉടമ്പടി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. അതിനുശേഷം വെക്കേഷൻ വന്നു. വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഇളയ മോന് ഉടമ്പടി എടുക്കാതെ തന്നെ കിട്ടിയ ഒരു അനുഗ്രഹമായിരുന്നു അത്. ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ആയിരുന്നു. പല സ്ഥലങ്ങളിലും കൊണ്ട് കാണിച്ചു, ആയുർവേദം, ഹോമിയോ എല്ലാം കൊണ്ട് കാണിച്ചു, ശരിയായില്ല. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ്, അവൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം, അതിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ ഇതൊന്നും മാറ്റിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഡോക്ടറെ കാണാനും നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി. അതോടുകൂടി അവൻ്റെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം മാറ്റിത്തന്നു. ഉടമ്പടി എടുക്കാതെ കിട്ടിയ ഈ അനുഗ്രഹത്തിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. അതിനുശേഷം 2022 ഞാൻ സൗദിയിൽ നിന്ന് നിർത്തിപ്പോന്നു. ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഫാമിലിയായിട്ട്. ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു, OET പഠിച്ചു. അപ്പോൾ ആദ്യത്തെ OET പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു 30/4/2023. അതിനുശേഷം ഞാൻ OET പ്രിപ്പയർ ചെയ്തെങ്കിലും ഞാൻ എൻ്റെ കഴിവിലും ഉടമ്പടി നന്നായിട്ട് പാലിക്കാൻ പഠിത്തത്തിൽ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ആദ്യത്തെ OET എഴുതുന്ന സമയത്ത് അനുഗ്രഹം മേടിച്ചു. അതിനുള്ള കൃപയും മാതാവ് എനിക്ക് തന്നു. അച്ഛനൊരു കാശുരൂപം തന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിക്കുകയും ഞാൻ ഉടമ്പടി ശരിക്കും പാലിക്കാത്തതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. പിന്നെയും രണ്ടാമതും വീണ്ടും ഞാൻ എഴുതി, അതും കിട്ടിയില്ല. 2 മൊഡ്യൂൾ കിട്ടി, 2 മൊഡ്യൂൾ പോയി. അതിനുശേഷം എനിക്ക് OET എഴുതാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. പിന്നെ ഞാൻ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ജോലിയില്ല, 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം മുമ്പോട്ട് പോകാനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും. പിന്നെ ആൾക്കാരുടെ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും, നീ എന്തിന് നിർത്തിപ്പോന്നു, അങ്ങനെ പല ചോദ്യങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെയായി വളരെയധികം വിഷമിച്ചു. നീ എന്ത് ചെയ്യും അറിയാതെ വിഷമിച്ചിരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ മാൾട്ടായ്ക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, നീ അപ്ലൈ ചെയ്യുന്നോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കിയ സമയമായിരുന്നു അത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ മാൾട്ടയ്ക്ക് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ മെയിൽ ഞാൻ മാൾട്ടയ്ക്ക് അപ്ലൈ ചെയ്തു. അന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പെട്ടെന്ന് ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ, എങ്ങനെ പറയണമെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും പൂശി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അതിനുശേഷം ഓരോ പേപ്പർ വർക്കുകളും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് ചെയ്യും. പക്ഷേ ചെറിയ ഡിലേ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ എൻ്റെ ഉടമ്പടി ഉഴപ്പുമ്പോൾ എനിക്കതിൽ വിശ്വാസം കുറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു ഡിലേ വന്നു. അങ്ങനെ പേപ്പർ കുറച്ച് ഡിലേ ആയി. ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എന്നെ നാണം കെടുത്തില്ല, ഞാൻ വന്ന് ഉടമ്പടി എടുത്തതാണ്, അമ്മയുടെ മുമ്പിൽ വന്നവരാരും അമ്മ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ എനിക്ക് വർക്ക് പെർമിറ്റ് വിസ വന്നു. അതിനുശേഷം അവർ പറഞ്ഞു ഇനി വിസയുടെ പ്രൊസീജിയറാണ്, വിസ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം സെപ്റ്റംബറിൽ എനിക്ക് വിസയുടെ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് വന്നു. ഒക്ടോബർ 13 എനിക്ക് വിസയുടെ സബ്മിഷനായിരുന്നു. ഞാൻ കൊച്ചി വന്ന് വിസ സബ്മിഷൻ വെച്ചു. അന്ന് വിസ സബ്മിഷൻ വെച്ച് അന്ന് എൻ്റെ പാസ്പോർട്ടിൻ്റെ പേജിനകത്ത് എന്തോ സ്ക്രാച്ച് ഉണ്ട്, ഇതെന്താണെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഞാൻ എന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഡിക്ലറേഷൻ ഫോം എഴുതി കൊടുത്തു. അത് ആ പ്രശ്നം സോൾവായി. അതിനുശേഷം ഞാൻ വിസ സബ്മിഷൻ വെച്ച ശേഷം അവരോട് ഞാൻ ചോദിച്ചു ഇനി എത്ര നാളെടുക്കും. അപ്പോൾ അവർ ഒന്ന് സമയമെടുക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് നവംബർ 30 എൻ്റെ ഉടമ്പടി തീരുന്നത്, എനിക്ക് സാക്ഷ്യം പറയാൻ വരണം അമ്മ. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. എനിക്ക് ആൾക്കാരുടെ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ, എന്നെ നീ ഉപേക്ഷിക്കരുത്, പരീക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഒക്ടോബർ 13 എനിക്ക് വിസ സബ്മിഷൻ കഴിഞ്ഞ ശേഷം ഒക്ടോബർ ലാസ്റ്റ് ജപമാല റാലിക്ക് മുമ്പായിട്ട് എനിക്ക് വിസ ഇൻ്റർവ്യൂവിനുള്ള ഇത് വന്നു. നവംബർ 7 എനിക്ക് കൊച്ചിയിൽ വിസ ഇൻ്റർവ്യൂ ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ച് മാതാവിൻ്റെ കൃപയാൽ തൈലം പൂശി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് നന്നായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അവിടെ നിന്ന് പോന്നപ്പോൾ ഞങ്ങൾ ഏജൻസിയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 1 മാസം 2 മാസമൊക്കെ എടുക്കും വിസ വരാൻ എന്ന് പറഞ്ഞു. ഒത്തിരി പേർക്കൊക്കെ ഇപ്പോൾ റിജക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു. അങ്ങനെ നവംബർ 7 ഞാൻ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നവംബർ 13 രാവിലെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അധ്യായം 28-ാമത്തെ അധ്യായത്തിൽ പൗലോസ് മാൾട്ടായിലെത്തുന്ന ഭാഗമായിരുന്നു ഞാൻ വായിച്ചത്. അപ്പോൾ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലോർത്തു, മാതാവേ ഇത് എനിക്കുള്ള ഒരു തെളിവാണോ, അടയാളമാണോ, എനിക്ക് വിസ വരുമോ എന്നൊക്കെ ഇങ്ങനെ മാതാവിനോട് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ബൈബിൾ അടച്ചു വെച്ചു. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. ഉച്ച കഴിഞ്ഞൊരു 2 മണിയായപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് വിസ ടിക്കറ്റും വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ പ്രാവശ്യം വെറും 6 ദിവസം കൊണ്ട് എൻ്റെ വിസ അടിച്ചു വന്നു, ടിക്കറ്റും. ഇനി 23-ാം തീയതിയാണ് ഞാൻ പോകുന്നത്, ശനിയാഴ്ച വൈകുന്നേരം ദുബായിൽ നിന്ന് ഡിസംബർ 1 7 ദിവസം ഞങ്ങൾക്ക് അവിടെ ക്ലാസ് ഉണ്ട്. അതിനുശേഷം 1-ാം തീയതി മാൾട്ടയ്ക്ക് ചെല്ലാൻ മാതാവ് അനുഗ്രഹിച്ച് ചെല്ലാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ചെന്നൊരു ഇൻ്റർവ്യൂവും എക്സാമും മെഡിക്കലും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പോകുന്നു. ഇത്രയും ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 1-ാമത്തെ നിയോഗം. 2-ാമത്തെ നിയോഗം, എൻ്റെ മോള് ഉറക്കത്തിന് മുള്ളുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. ഞങ്ങൾ ഹോമിയോ, ആയുർവേദം പല സ്ഥലങ്ങളിലും കാണിച്ചു, മരുന്ന് മേടിച്ചു, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. എങ്കിലും അത് മാറുന്നില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾക്കും അലാറം വെച്ച് എഴുന്നേൽപ്പിക്കും, അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ നോക്കി, പക്ഷേ മാറുന്നേ ഇല്ലായിരുന്നു ആ സ്വഭാവം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചു. 1-ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്കത് സാധിച്ചു തന്നു. മാതാവ് അനുഗ്രഹിച്ചു. തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അവളും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ഇത് മാറ്റി അമ്മ തന്നു. അത് പിന്നെ അവൾ ഇതുവരെ ഉറക്കത്തിൽ മുള്ളിയിട്ടില്ല. 11 വയസ്സ് വരെ അവൾ മുള്ളുമായിരുന്നു. അതിനുശേഷം അവൾ മുള്ളിയിട്ടില്ല. അതിനുശേഷം പിന്നെ 3-ാമത്തെ നിയോഗം, ഞങ്ങൾക്ക് കിണറ്റിൽ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡിസംബർ തൊട്ട് വെള്ളം അടിക്കണമായിരുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള തോടുകളിലൊക്കെ പോയി അലക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന്. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കിണർ കുഴിക്കാനുള്ള ഒരു സാമ്പത്തികം ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ, ഇനി ഞങ്ങൾക്ക് വെള്ളം അടിക്കാനുള്ള ഒരു പ്രശ്നം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് കിണറ്റിലിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനുശേഷം ഇന്ന് വരെ വെള്ളം അടിച്ചിട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ നിന്ന് വെള്ളം കിട്ടി. അതുകൂടാതെ ഞങ്ങൾക്ക് മഴവെള്ള സംഭരണിയും എല്ലാം കൂട്ടി ഞങ്ങൾക്ക് ഇതുവരെ വെള്ളം അടിക്കേണ്ട അവസ്ഥ മാതാവ് വരുത്തിയിട്ടില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ അതിനും നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ ദേഹം എനിക്ക് ചൊറിഞ്ഞു തടിക്കുമായിരുന്നു പെട്ടെന്ന്. അത് എന്താണെന്നറിയത്തില്ല, രാവിലത്തെ സമയത്ത് മാത്രമേ ഉള്ളൂ, കുറച്ച് സമയത്തേനേ ഉള്ളൂ. പക്ഷേ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം പ്രാർത്ഥിച്ച ശേഷം അതിൽ പിന്നെ ഇത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതാത്തൊരു കാര്യമാണ്, സൗദിയിലായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് ദേഹം ചൊറിഞ്ഞ് തടിച്ച് അലർജി ഇതായി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു റൂമിൽ. ഞാൻ തല ഇറങ്ങി വീണു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. തല ഇറങ്ങി താഴെ വീണു, തലയിടിച്ചു. ഞാൻ അവിടെ കുറേ സമയം ബോധമില്ലാതെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ബോധം വന്ന് ഞാൻ എണീറ്റു. എനിക്ക് എണീക്കത്തില്ലായിരുന്നു. ഒരു തരത്തിൽ ഞാൻ എണീറ്റ് കട്ടിലയിലോട്ട് നിരങ്ങി ഞാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ കാത്തേക്കണേ, ആരുമില്ല ഈ റൂമിൽ, എനിക്ക് ആരെയും ഫോൺ വിളിക്കാനുള്ള ഒരു ആരോഗ്യമൊന്നും എനിക്ക് ആ സമയത്തില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ കയറി കടന്നു. പിന്നെ എനിക്ക് മാതാവ് എൻ്റെ അടുത്ത് വന്ന പോലെ എനിക്ക് തോന്നി. അതിനുശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായിട്ടില്ല. അലർജി വരുമെങ്കിലും പിന്നെ ആ തല ഇറങ്ങി വീഴുന്ന ഒരു ഇത് മാറി കിട്ടി എനിക്ക്. അതുപോലെ തന്നെ
ആധ്യാത്മികമായിട്ട് എനിക്ക് ഒത്തിരിയേറെ വളരാൻ സാധിച്ചു. നേരത്തെ ഞാൻ കൊന്ത ചെല്ലുമായിരുന്നു, ഒരു ബൈബിൾ ഒരധ്യായം വായിക്കും, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, അല്ല അവധി ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും, അങ്ങനെയായിരുന്നു. നാട്ടിൽ വന്ന ശേഷം സൗദിയിൽ അതൊന്നുമില്ലായിരുന്നു. നാട്ടിൽ വന്ന ശേഷം അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കുർബാന കൂടാനുള്ള കൃപ എനിക്ക് അമ്മയും ഈശോയും തന്നു. അതുപോലെ തന്നെ ബൈബിൾ അരമണിക്കൂറല്ല അതിൽ കൂടുതൽ സമയം വായിക്കാനുള്ള കൃപ, സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാനുള്ള കൃപ എനിക്ക് തന്നു. അതുപോലെ തന്നെ വചനം എഴുതി പ്രാർത്ഥിക്കാനും വചനം പറഞ്ഞു ചെയ്യാം. ഒരുപാട് വചനങ്ങൾ എനിക്ക് കാണാതെ പഠിച്ച് ചെല്ലാനും ചുമ്മാ നടക്കുമ്പോഴെല്ലാം ഞാൻ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് ഈശോയും അമ്മയും തന്നു. നേരത്തെ ഞാൻ യൂട്യൂബിൽ ഓരോ ചാനലുകളൊക്കെ കാണും, അല്ലെ ഫേസ്ബുക്ക് നോക്കിയിരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ മാറി എനിക്കിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നൊരു ചിന്തയാണ്. എപ്പോഴും യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കും, അല്ല പ്രാർത്ഥന കേൾക്കും, ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ടും. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത്, അനാഥാലയങ്ങൾ ഞാൻ സന്ദർശിക്കുമായിരുന്നു. അവിടെ ഒരു മാസത്തിലൊന്നൊരു ഫുഡ് കൊടുക്കും. എല്ലാ ആഴ്ചയും ഞങ്ങളുടെ അടുത്ത് ലൂർദ് ഭവനുണ്ട്, അവിടെ പോയി ഞാൻ ശുശ്രൂഷ ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന സഹായം ചോദിച്ച് വരുന്നവർക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിനും ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ആ ദേഷ്യത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഒത്തിരി പേരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് ഈശോയും അമ്മയും തന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു ദിവസം ഞാൻ പള്ളിയിൽ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പോൾ, നേരത്തെ അലക്ഷ്യമായിട്ടൊക്കെയായിരുന്നു ഞാൻ കുർബാന കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കൊരു ഭക്തിപൂർവ്വം കുർബാന കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി. ഞാൻ കുർബാന സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ മുല്ലപ്പൂ അഭിഷേകം എനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ മാതാവിൻ്റെ പള്ളിയല്ലേ, ആരെങ്കിലും മുല്ലപ്പൂ കൊണ്ടുവച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നോക്കി, അവിടെ ആരും മുല്ലപ്പൂ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ്. അതുപോലെ തന്നെ പല പ്രാവശ്യവും എനിക്ക് സ്വപ്നത്തിൽ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെയേറെ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലെല്ലാം മാതാവ് എന്നെ സഹായിച്ചു എല്ലാ കാര്യങ്ങളിലും. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒത്തിരി പേരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തന്നു. ഞാൻ നിയോഗത്തിൽ വെച്ചതും വെക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും ഈശോയും എനിക്ക് തന്നു. ഇനി മുമ്പോട്ടുള്ള എൻ്റെ ജീവിതത്തിലും ഈ നിത്യത വരെയും ഈശോയുടെയും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 65-ാം തിരുവചനത്തിൽ, വരം ലഭിച്ചാലല്ലാതെ ആർക്കും കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് തന്നെ ഒരു ക്ഷണത്തോടു കൂടിയാണ്. ആ ഒരു പ്രത്യേക ക്ഷണം നമുക്ക് കിട്ടിയാലേ നാം ഇവിടെ ഉടമ്പടി എടുക്കാൻ വരികയുള്ളൂ. അത് അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എങ്ങനെയാണ് പിന്നീട്, അതായത് ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് നാം പറഞ്ഞാലും, എത്രയോ സാഹചര്യങ്ങളിൽ അതേ സാഹചര്യങ്ങളിൽ തന്നെ എത്രയോ വർഷങ്ങൾ നാം ഉടമ്പടിയൊക്കെ എടുക്കാതെ ഇങ്ങോട്ട് വരാതെ പോയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ വരം ലഭിച്ച് ഇങ്ങോട്ട് വരുന്നവർ പിന്നീട് എങ്ങനെയാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരായി മാറുക, അവരുടെ ശുശ്രൂഷകൾ പിന്നീട് എങ്ങനെ. ഇവിടെ മായ പീറ്റർ, ആ മകൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ് സൗദിയിൽ. പിന്നീടാണ് ഇങ്ങോട്ട് ജോലി റിസൈൻ ചെയ്തൊക്കെ വരുന്നത്. നാട്ടിലേക്ക് വന്നതിന് ശേഷം ജോലി ഇല്ലാത്ത ഒരവസ്ഥ, പിന്നീട് കുറേ നാളുകൾ അങ്ങനെ കടന്നു പോകുന്നു. അതിനുശേഷം വീണ്ടും ജോലിക്ക് പരിശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ വഴികളിൽ തടസ്സങ്ങളാണ് ഓരോ പ്രാവശ്യവും താൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ ജോലി ഇല്ലാത്തതിൻ്റെ, ഉള്ള ജോലി കളഞ്ഞതിൻ്റെയൊക്കെ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന ഓരോ അവസ്ഥകളും എല്ലാം കൂടിയാകുമ്പോൾ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ജോലി ലഭിക്കുന്നു. അതുപോലെ അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാണ്, നാം എല്ലാം കേട്ട് കഴിഞ്ഞു. മാൾട്ടയിലേക്ക് പോകുന്ന തൻ്റെ വിസ ശരിയാകുന്നത് വെറും 6 ദിവസം കൊണ്ട് തനിക്ക് വിസ ശരിയാകുന്നു. മാൾട്ടയിലേക്ക് തന്നെ പോകുന്ന വിസ അന്ന് തന്നെ കിട്ടുമെന്നുള്ളത് തിരുവചനങ്ങളിലൂടെ വായിക്കുമ്പോൾ അത് ഈ മകൾക്ക് എങ്ങനെയാണ് അതും ഒരു അരുളപ്പാട് പോലെ ഈ മകൾക്ക് അതും ലഭിക്കുന്നത്. ഇവിടെയൊക്കെ വെറുതെ ചിന്തിക്കുന്നവർക്ക് അത് വായിച്ചപ്പോൾ അങ്ങനെ കിട്ടി അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക്
ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അനുഭവങ്ങളാണ് നമുക്ക് കൂടുതൽ നമ്മെ ബോധ്യമുള്ളവരാക്കുക. അപ്പോൾ തൻ്റെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതേ ദിനങ്ങളിലാണ് ഈ മകൾക്ക് ആ ബൈബിൾ വാചകം കിട്ടുന്നതും അത് പിന്നീട് എങ്ങനെയാണ് അന്ന് തന്നെ യാഥാർത്ഥ്യമാകുന്നത്. ഉടമ്പടി എടുക്കാൻ പിന്നീട് തൻ്റെ മകൾക്ക് 11 വയസ്സുള്ള മകൾക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറുന്നു. തങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ കാര്യം ഇങ്ങനെ ഓരോന്നോരോന്നായി ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ താൻ വരുന്നതിന് മുൻപ് തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് കൃപാസന പത്രത്തിലൂടെയൊക്കെ പിന്നീട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൊക്കെ എങ്ങനെയാണ് സംബന്ധിക്കുന്നത്. അപ്പോഴൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല. അതൊക്കെ നാം ഇങ്ങോട്ട് കടന്നു വരുന്നതിൻ്റെ ഓരോ ഡോർ സ്റ്റെപ്പ് എന്ന് പറയാം, വാതിൽപ്പടികൾ, ഓരോരോ വാതിൽപ്പടികൾ നമുക്ക് കടക്കേണ്ടിയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ താൻ വരുന്നതിന് മുൻപ് തന്നെ അമ്മ എങ്ങനെ അറിഞ്ഞു, ഈശോ എങ്ങനെയാണ് തന്നെ കാത്തിരുന്നത് ഇവിടെ, അതാണ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ ഇന്ന് താൻ ഉടനെ തന്നെ മാൾട്ടയ്ക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം ക്ലിയറായി സന്തോഷത്തോടെ ഈ മകൾ ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുമ്പോൾ തനിക്കൊരു പാസ്റ്റുണ്ട്, ആത്മീയ ജീവിതം അതൊക്കെ എങ്ങനെയായിരുന്നു, എന്നാൽ ഇന്ന് എത്രമാത്രം ഫ്ലറിഷിംഗ് ആണത്, എന്തുമാത്രമാണ് അത് പടർന്ന് പന്തലിക്കുവാനായിട്ട് ആത്മീയ ജീവിതത്തിൽ വരൾച്ചയുടെ ദിനങ്ങളിൽ നിന്ന് അതിൻ്റെ പൊട്ടിക്കിളിർക്കുന്ന ഒരു ചെടിയുടെ ഒരു അവസ്ഥയിലേക്ക് ആത്മീയ ജീവിതം മാറുന്നത് എങ്ങനെ. അത് മായയ്ക്ക് മാത്രമല്ല, ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ എത്ര ഊർജ്ജവത്തായിട്ട് ഓരോ മക്കളും ചെയ്യുന്നു. നാം ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി നാം ആയിരിക്കട്ടെ അടുത്തതായിട്ട് വന്ന് അനുഭവ സാക്ഷ്യം എത്രയും പെട്ടെന്ന് പങ്കുവയ്ക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈശോയോട് തീഷ്ണമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ നയിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.